ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം ഇന്ന് ഈ ഒരു സ്പേസ് ഞാൻ കുറച്ച് വൃത്തിയാക്കിയിട്ടാണ്. നമ്മുടെ ഒരു ഗാർഡനൊക്കെ ഈ കാക്ടസിൻ്റെ ഒക്കെ ഒരു ഗാർഡൻ ഒരു സ്പേസ് ആക്കിയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പേസിലാണ് നമ്മളിപ്പം ഒരു വാട്ടർ ഫോൾ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പോകുന്നത്. ഒരു കല്ല് ഒക്കെ വെച്ചിട്ട് ഇവിടെ ഈ സ്പേസ് നമ്മളൊരു വാട്ടർഫോളിൻ്റെ ഒരു മിനി വാട്ടർഫോൾ ആക്കി മാറ്റാൻ പോകും. ഒരു ക്രാഫ്റ്റ് പോലെ നമ്മൾ ചെയ്യുകയാണ്, ഒരു ഗാർഡനിലൊക്കെ ഉണ്ടാകുന്ന പോലെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ സ്പേസ് നമുക്ക് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ടെറസിലായതുകൊണ്ട് നമുക്കിവിടെ സ്പേസിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ഗ്യാപ്പ് ഒന്ന് അടച്ച് ഈ ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം, സിമെൻറ്റ് കൊണ്ട് ഗ്രൗട്ടിലിട്ട് കവർ ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ കേസാട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്പേസ് അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ സ്പേസൊക്കെ നമ്മൾ ആദ്യം ഒന്ന് ഗ്രൗട്ടിട്ട് അടയ്ക്കണം. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എത്ര ദൂരത്ത് വേണം നമുക്ക് ഇത് സ്പേസിൽ വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഈ ഇത്ര സ്പേസാണ് എടുക്കുന്നത്. ഞാനൊരു ചോക്ക് വെച്ച് ഒരു സെമി ആയിട്ട് ഇത് വരയ്ക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ചോക്ക് കൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ ചെയ്യുന്നത്. ഏകദേശം ഒന്ന് വരച്ചിരുന്നതാണ്, എക്സാക്റ്റ് ആയിരിക്കില്ല, ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഏകദേശം നമ്മുടെ ഹൈറ്റും കാര്യങ്ങളും നമ്മൾ കണക്കിലെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഏകദേശം ഒന്ന് വരച്ചിടുക. ജസ്റ്റ് അതുപോലെ ആയിരിക്കില്ല, ചെറിയ മാറ്റങ്ങൾ വരും. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ സ്പേസിൽ നമുക്കൊരു ഇഷ്ടിക കൊണ്ട് ചെറുതായിട്ട് കെട്ടണം. ഇഷ്ടികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കഷ്ണം കല്ലുകളുണ്ടോ നമുക്കിവിടെ നിന്ന് കെട്ടിയെടുക്കണം. എന്നിട്ട് ഒരു അത്യാവശ്യം ഒരു ഹൈറ്റ്, കുറച്ച് വെള്ളം നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഹൈറ്റ് നമുക്ക് അതിന് കൊടുക്കണം. അപ്പോൾ അതിന് ഏകദേശം ഞാനൊരു ഈ ഒരു ടിന്നിൻ്റെ ഹൈറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത്രയെങ്കിലും ഡിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മോട്ടർ അതിൽ മുങ്ങി നിന്നിട്ട് വെള്ളം സർക്കുലേറ്റ് ചെയ്യാനുള്ള കഴിയുള്ളൂ. അപ്പോൾ അത് ഹൈറ്റ് എത്ര വേണം നോക്കിയിട്ട് ഒരു ഇഷ്ടികയുടെ ഹൈറ്റ്, ഒരു 2 ഇഷ്ടികയുടെ ഹൈറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഉരുളം കല്ലുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇതിപ്പം നമ്മൾ ഓരോന്നായിട്ട് കാണിക്കണ്ടല്ലോ, വരച്ചിട്ടതിലും കുറച്ചുകൂടി ഒരു ഷേപ്പ് ഇങ്ങനെ ആക്കി ഞാൻ ജസ്റ്റ് ഒരു മോഡലിൽ വരച്ചാണ്. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇഷ്ടിക എങ്ങനെ വെച്ചു അത് നമ്മൾ ഓരോന്നോരോന്ന് കാണിച്ച് വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ കുറച്ച് ഇഷ്ടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തട്ടും കൂടെ നമുക്ക് ആക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിനെ ഒന്ന് ഉള്ളിൽ സിമെൻറ്റൊക്കെ ചെയ്ത് ആ ക്രോസ് കുറച്ച് ഏരിയ ഉണ്ട്, അവിടേക്ക് ഒന്ന് ഗ്രൗട്ടൊക്കെ തേച്ച് ഒന്ന് സെറ്റാക്കി അവിടെയും കൂടെ ഒന്ന് സിമെൻറ്റ് ഇട്ടൊന്ന് സെറ്റാക്കണം. അല്ലെങ്കിൽ അവിടെ വെള്ളം വീഴുമ്പോൾ തുരുമ്പ് വരും. അപ്പോൾ അതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇവിടെ ഗ്രൗട്ടൊക്കെ ഒഴിച്ച് ഒന്ന് സീലിംഗ് ആക്കിയതിന് ശേഷം വേണം ഇതൊന്ന് ഉറപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ഞാനത് ഇഷ്ടിയൊക്കെ നിർത്തി വെച്ചാൽ കാണിച്ചതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എനിക്ക് കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മളൊരു കുറച്ച് സിമെൻറ്റ് എടുത്തിട്ട് സിമെൻറ്റിന് പൊടി നമ്മൾ ഇതുപോലെ വെതറി കൊടുക്കണം. അത് ഞാൻ മുഴുവൻ വീഡിയോ ആയിട്ട് എടുത്തില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സിമെൻറ്റിൻ്റെ വെറും സിമെൻറ്റ് പൊടി നമ്മൾ ഇതുപോലെ ഇവിടേക്ക് വെതറി കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ വെതറി കൊടുക്കുക. ആദ്യം ഒന്ന് കുറച്ച് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വെതറി കൊടുക്കും. ഇനി നമുക്ക് ഒരു ഗ്രൗട്ട് പരുവത്തിലാക്കി എടുക്കാനാണ്. ഓക്കെ, സിമെൻറ്റ് വേറെ പൂഴിയൊന്നുമല്ല, പൂഴി ഞാൻ ആ സൈഡിൽ ഒരു ഇച്ചിരി ഗ്യാപ്പിലിട്ടാണ് വെള്ളം കുറച്ച് കൂടിയപ്പോൾ. നമ്മൾ ഇതുപോലെ എല്ലാ കോർണറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യുന്നില്ല അഡീഷണൽ. ഓക്കെ, ഇത്രയും ആയിട്ട് നമ്മളവിടെ ഇട്ടു. ഇനി നമുക്ക് ഇതിനൊന്ന് കറക്റ്റായിട്ട് നിരത്തി കൊടുക്കണം കംപ്ലീറ്റ് ആയിട്ട്. നമ്മളിത് ഇവിടെ കത്തി കൊണ്ടെല്ലാം നനച്ച് റെഡിയാക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ടെറസിലായതുകൊണ്ട് കുറച്ച് സൈഡൊക്കെ കുറച്ച് നമ്മളിങ്ങനെ അവിടേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം കുറച്ച്. അപ്പോൾ അതിങ്ങനെ റോൾ ചെയ്ത് റൗണ്ട് ആക്കിയതിന് ശേഷം നമ്മളവിടെ ഒന്ന് നല്ലതായിട്ട് നിരപ്പാക്കുക. എന്നിട്ട് ഇവിടെ ഞാനൊരു പൈപ്പ് വെച്ച് കൊടുക്കുക. നമുക്ക് ഔട്ട്ലെറ്റ് ആക്കി എടുക്കാൻ വേണ്ടി പൈപ്പിൻ്റെ ഉള്ളിൽ പേപ്പർ തിക്കി കയറ്റിയിട്ട് ഇങ്ങനെ പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഷ്ടികയുടെ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്ത് ഇഷ്ടിക ഉറപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഒന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെയുള്ള ഇത് ഗ്രൗട്ട് തന്നെയാണ് ഞാൻ അതിന് എടുക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് തേച്ചിട്ട് വെള്ളം കൂടെ എടുക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ഗ്രൗട്ട് എക്സ്ട്രാ കാണാൻ പറ്റും നമ്മൾ തേച്ച് റെഡിയാക്കി കഴിയുമ്പോൾ. അതൊക്കെ വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് കണ്ട ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഭാഗത്ത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനുണ്ട്. അതെല്ലാം ഞാനിങ്ങനെ കത്തി കൊണ്ട് സൈഡിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അതാണ് ഞാൻ ക്യാമറ ഇങ്ങനെ അടുത്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ടാ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് റൗണ്ട് ചെയ്താണ് എടുക്കുന്നത്. കേട്ടോ, ഈ ഏരിയ കണ്ടാൽ അറിയാം. ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഞാൻ അതുപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം ബാക്കി ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് തേച്ച് റെഡിയാക്കി ഈ ലെവലിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണമല്ലോ. ഓക്കെ, ഇവിടെയൊക്കെ സൈഡിൽ കുറച്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ മുകളിലൊക്കെ സിമെൻറ്റ് തൊപ്പിച്ച് ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ഗ്യാപ്പുകളാണ് നമുക്ക് നോക്കി ഫില്ല് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ടോ മൊത്തത്തിൽ ഇപ്പോൾ ഈ ലെവലായിട്ടുണ്ട്. കുറച്ച് പണി സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്, ഒന്നും മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടി. അതൊരു ജസ്റ്റ് തളം പോലെ അതിൻ്റെ ഉള്ളിലാണ് നമുക്കിനി വെള്ളം കെട്ടി നിർത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഇനി ഒന്നും കൂടെ ഗ്രൗട്ട് കൊണ്ട് സിമെൻറ്റ് ഗ്രൗട്ട് കൊണ്ട് ലെവൽ ചെയ്തിട്ട് നമുക്ക് അതിൽ കുറച്ച് കല്ലുകളും കരിങ്കല്ലുകളൊക്കെ ഫിക്സ് ചെയ്തിട്ട് നാച്ചുറൽ ലുക്കാക്കി എടുക്കണം. എന്നിട്ടാണ് നമുക്ക് ഇൻസൈഡിലുള്ള ഉരുളൻ കല്ലുകൾ വെച്ച്
ഉരുളങ്കല്ലാണ്, നമ്മൾ പെബിൾസ് അല്ല. അതിലൊക്കെ കിട്ടുന്ന പഴയ ടൈപ്പ് ഉരുളങ്കല്ലുകളുണ്ട്, പിന്നെ കരിങ്കല്ലുകൾ ചെറുത്, അത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സെറ്റപ്പുകളായിട്ടുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം മുന്നോട്ട്. ഇപ്പോൾ നമ്മളിത് ഫസ്റ്റ് ലെയർ ചെയ്തതിന് ശേഷം ഓക്കെ, ഇവിടെ ഇതുപോലെ കുറച്ച് ഉരുളങ്കല്ല്, അത് എനിക്കിതുപോലെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്, കാരണം നല്ല വെയിറ്റാണ്. അപ്പോൾ ആ സമയത്ത് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ലെയർ, ഇവിടെ ഇപ്പം കുറച്ച് വെള്ളം നിൽക്കുന്ന രീതിയിൽ ഉള്ളൊരു കുഴിയുണ്ട്, അതിനനുസരിച്ച് ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഫേൺസ് ഉള്ള ഒരു ഏരിയ മേലേക്കാക്കി ഒരു ഫ്ലാറ്റ് ഏരിയ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ലെയർ നമ്മളിങ്ങനെ എടുക്കണം. ആ ഗ്യാപ്പ് അവിടെ വിട്ട് നമുക്ക് ആ മോട്ടർ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് ഞാൻ അവിടെ വിട്ടിട്ടുണ്ട്. അവിടുന്ന് മോട്ടർ വെച്ചിട്ട് വേണം നമുക്ക് പൈപ്പ് മുകളിലേക്ക് എടുക്കാൻ. ഈ ഗ്യാപ്പിലൂടെ മുകളിലേക്ക് പൈപ്പ് എടുത്ത് അവിടെ ഒരു ചെറിയൊരു ഏരിയ പോലെ സെറ്റ് ചെയ്യണം. നമുക്കൊരു മേലെ ഒരു ചെറിയൊരു റിസർവെയർ പോലെ സെറ്റ് ചെയ്ത് അതിൽ നിന്നാണ് നമുക്ക് താഴേക്ക് ഇതിലേക്ക് ഒലിച്ച് വരേണ്ടത്. ഓക്കെ, ഇവിടത്തേക്ക് ഒലിച്ച് വരണം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ മേളിൽ നമുക്ക് അടുത്തൊരു ലെയർ കല്ലും കൂടെ വെക്കണം. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് വെറുതെ വീഡിയോ ലെങ്ത് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെയിറ്റുള്ള കല്ലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ചെയ്യാൻ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കാം. അപ്പോൾ ഡൗട്ട്സ് ഉള്ളവർക്കും കമൻറ്റ്സ് ചോദിക്കാൻ, ഇന്ന ലെയറിൽ എങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇത്ര ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറിലേക്ക് നോക്കാം. ഇവിടെ ഇതുപോലെ ഒരു കൈത്താൻ്റെ ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ്. ഒരു 250 രൂപ വരുന്നൊരു മോട്ടർ. ഈ മോട്ടറാണ്, ഇതിൻ്റെ റേറ്റിംഗ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നോക്കാവുന്നതാണ്. 220 വോൾട്ടും ഡയറക്റ്റ്ലി വോൾട്ടാണ്, 18 വാട്ടിൻ്റെ പമ്പാണ്. ലിഫ്റ്റിംഗ് ഹൈറ്റ് 1.5 മീറ്റർ, 1.65 മീറ്റർ കൊടുത്തു. അപ്പോൾ 1.65 മീറ്ററിലേക്ക് ഇത് ലിഫ്റ്റ് ചെയ്യാനുള്ള സിമ്പിളായിട്ട് ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നോക്കി മേടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഗ്യാപ്പിലേക്ക് ഇറക്കി വെച്ച് പൈപ്പിട്ട് മേളിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്തൊരു ലെയറും കൂടെ ഇപ്പോൾ നേരത്തെ വെച്ചതിൻ്റെ മേലെ ഈ ഒരു കല്ലും ഇവിടെ ഒരു കരിങ്കല്ലുണ്ടായിരുന്നു, കുറച്ച് ഹോൾസൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ ഒരു കല്ലും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഒരു ഫ്ലോ ഇവിടെ വന്നതിന് ശേഷം അത് നോക്കണം ഒന്നും കൂടെ എങ്ങനെ വീഴുന്നതെന്ന്, അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഇവിടെയും കൂടെ വന്നിട്ട് താഴത്തേക്ക് വീഴുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിറഞ്ഞ് ഇങ്ങനെ ഫ്ലോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നോക്കണം, ഇവിടെ എന്തെങ്കിലും വെച്ച് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ, അത് എന്നിട്ടേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇനിയിപ്പം ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്യാപ്പിലേക്ക് ഈ ഒരു കരിങ്കല്ല് ഇവിടെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടൊരു സിമെൻറ്റ് ഇടാണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഒരു കല്ല് കയറ്റി വെച്ച് ഇവിടെ ഒരു കരിങ്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കരിങ്കല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു കല്ല് കയറ്റി വെച്ചിട്ട് കരിങ്കല്ല് അവിടെയും കൂടെ തട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ പ്ലാന്റ്സ് വരുമ്പോൾ ഇവിടെ ചെറിയ ഷെയ്ഡ് വെച്ച് ചെയ്യാനുണ്ട്. അതുപോലെ ഇവിടെ ഒരു കരിങ്കല്ലും കൂടെ വെറുതെ വെച്ചിരിക്കുകയാണ്, അടുക്കി വെച്ചിരിക്കുകയുള്ളൂ. ഒന്നും വേണമെങ്കിൽ മാറ്റങ്ങൾ നമുക്ക് വരുത്താവുന്ന രീതിയിൽ. അപ്പോൾ ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇനി മോട്ടർ വെച്ച് ഇതിൻ്റെ മേളയും കൂടെ ഒരു ലെയർ കല്ലും കൂടെ ചെയ്ത് അവിടുന്ന് ജമ്പ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ട്രയൽ അറേഞ്ച്മെൻറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഈ മോട്ടർ വഴി താഴെ ഒരു മോട്ടറുണ്ട്, കാണാമല്ലോ, കണ്ടോ, ആ ഒരു വൈറ്റ് കളറിൽ. അവിടുന്ന് മോട്ടർ വഴി നമ്മളൊരു പൈപ്പ് അറേഞ്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫൈനലൈസ് ആയിട്ടില്ല, അതുകൊണ്ടാണ് പൈപ്പ് കട്ട് ചെയ്യാണ്ടിരിക്കുന്നത്, ലെങ്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കൊരു റിസർവെയർ പോലെയാണ് കണ്ടല്ലേ, ഇത് ഞാൻ കുറച്ച് കുത്തിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ്ലി കാണിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഒരു ഗ്രൂവ് ഉണ്ട്, നാച്ചുറലി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഗ്രൂവ് കുറച്ചാക്കി കൊടുത്തിട്ടുണ്ട്, കുത്തിയിട്ട് ഒരു ഗ്രൂവ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഉളി കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട്, നല്ല ഉളിയൊന്നുമില്ല എന്നാലും ശരിയാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുത്തിയിട്ട് ഒരു ചെറിയൊരു റിസർവെയർ, വെള്ളം കെട്ടിക്കിടക്കുന്നൊരു സംഭവം പോലെ ആക്കി എടുക്കണം. ഓക്കെ, എന്നിട്ട് പറ്റുമെങ്കിൽ ഇവിടെയും കൂടെ ഒരു വെള്ളം നിൽക്കുന്നൊരു സ്പേസ് ആക്കാം, അത് തീരുമാനിച്ചിട്ടില്ല, എന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ. അപ്പോൾ ഇത് നമുക്കൊന്ന് കൊത്തി റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ട്രയലൊന്ന് വെള്ളം ഒഴിച്ച് നോക്കണം. അതിനുശേഷം ഈ ഏരിയ ഉണ്ടല്ലോ, ഇവിടെയുള്ള സ്പേസിൽ ഇതിങ്ങനെ വെള്ളം ഒഴിച്ച് നോക്കി, ഞാൻ ട്രയലായിട്ട് ഹോസ് വെച്ച് ഒഴിച്ച് നോക്കി. അപ്പോൾ അതിൽ ഇങ്ങനെ ചേർന്ന് ഒഴുകുക, അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു കട്ടിങ് പോലെ കൊടുത്ത് ഫ്ലോ ആക്കണം. പിന്നെ ഇങ്ങോട്ട് പോകുന്നുണ്ട്, അതും മാറ്റണം. ഇവിടെ നമ്മൾ എന്തെങ്കിലും സിമെൻറ്റ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് തുണിയൊക്കെ വെച്ച് ഇവിടെ അതേപോലെ ഈ ഗ്യാപ്പിലേക്കൊക്കെ പോകുന്നത് മാറ്റി ഇവിടത്തേക്ക് ഫ്ലോ ചെയ്യുന്ന രീതിയിലാക്കി എടുക്കണം. അപ്പോൾ നാച്ചുറൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇവിടെ ചെറിയൊരു എക്സ്റ്റൻഷൻ വെച്ച് ഇങ്ങോട്ടേക്ക് ആക്കണം അത്. അതേപോലെ തന്നെ ഇവിടെയും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഈ കല്ലിലൂടെയോ അല്ലെങ്കിൽ വേറൊരു കല്ല് ചെത്തിയെടുത്തിട്ട് കറക്റ്റ് ഇതിലേക്ക് കൂടെ ഒഴുകി ഇവിടെ വന്നിരുന്ന രീതിയിൽ ഇവിടെ വന്നിട്ട് വേണം തിരിച്ച് വെള്ളത്തിലേക്ക് പോകാൻ, ഇവിടുത്തെ ഈ ഒരു സ്പേസിലേക്ക് പോകാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് സെറ്റായിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ബാക്കി കൂടെ ചെയ്തിട്ട് ഞാൻ ബാക്കി കാണിക്കാം. ഇത് ഇതുപോലെ വന്നിട്ട് സിമെൻറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സിമെൻറ്റ് വെക്കുന്നതെന്ന് കാണിക്കേണ്ടതെന്ന് വെച്ചിട്ട്, അപ്പം നേരത്തെ കണ്ടതിലുള്ള ഗ്യാപ്പുകളൊക്കെ ഞാനിപ്പം സിമെൻറ്റ് വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ഏരിയാസ് നോക്കി നമ്മൾ ഇനിയിപ്പം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്ലോ നോക്കിയിട്ട് വേണം അടച്ചു കൊടുക്കാൻ. ഓക്കെ, ഇതിൻ്റെ ഫ്ലോ നോക്കിയിട്ട് വേണം. ഇവിടുന്ന് വെള്ളം വരുന്ന വെള്ളത്തിന് ഗ്രൂവ് ഉണ്ട്, പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഫ്ലോ നോക്കിയിട്ട് വേണം ഈ കംപ്ലീറ്റ് കാര്യങ്ങളൊന്ന് ചെയ്യാൻ. ഓക്കെ, ഇതൊക്കെ ഈ താഴേക്ക് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, അതിൽപോലെ താഴേക്ക് ത്രൂ കറക്റ്റ് അല്ലാണ്ട് പോകുന്ന ഏരിയാസൊക്കെ ഇതുപോലെ നമ്മൾ സിമെൻറ്റ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, ഗ്യാപ്പിൽ വെള്ളം ഊർന്നു പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നോക്കി എവിടെയാണ് വെള്ളം ഇപ്പം ഇതിൽ വരാണ്ട്, ഈ താഴേക്ക് വരാണ്ട് നോക്കിയിട്ട് ലീക്ക് ആവുന്നതെന്ന് നോക്കണമെങ്കിൽ ഇത് ആദ്യം ഒന്ന് സെറ്റ് ആവണം, എന്നിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ടൈമിൽ പറ്റില്ല. പിന്നെ നമ്മൾ കുറച്ച് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെയൊക്കെ പ്ലാന്റ്സ് ആണ് വെക്കാനുള്ളത്. ഇവിടെയൊക്കെ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പ്ലാന്റ്സ് എങ്ങനെയെങ്കിലും ഒരു ഇതായിട്ട് നട്ടുപിടിപ്പിക്കണം. അതിനുവേണ്ടി നമുക്കൊരു സ്പേസും ചെയ്യാനുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ഈ സിമെൻറ്റ് വെച്ചിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇനി അല്ലാണ്ട് പ്ലാന്റ്സ് നിൽക്കുവാണെങ്കിൽ നമുക്കതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള ഇത്. ഞാൻ എല്ലാ ഏരിയയും കാണിക്കാണ്ടിരുന്നതെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും നമ്മളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇനി വെള്ളം ഒഴിച്ചിട്ട് ഒരു ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് ലാസ്റ്റ്. അപ്പോൾ നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ഇന്നലെ സിമെൻറ്റൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കല്ലുകളൊക്കെ അവിടെ വെച്ച് അറേഞ്ച് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇതിന് മേലെ ഞാനൊരു കരിങ്കല്ല് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഞാനൊരു ഇവിടെ ഒരു വയറിങ്ങൊന്നും ആക്കിയിട്ടില്ല. ജസ്റ്റ് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വെള്ളമൊക്കെ കറക്റ്റായിട്ടാണ് വീഴുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹോസ് ഉള്ളിൽ കൂടെ ഇട്ടിട്ട് താഴെ വെള്ളം നിറച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, വെള്ളം കറക്റ്റായിട്ടാണ് വീഴുന്നത്, ഇനി എന്തെങ്കിലും റീഅറേഞ്ച്മെൻറ്റ് വേണമെന്ന് നോക്കാം. ഇതുപോലെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ശരിയാണ്. അത് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യണം, എങ്ങനെയാണ് വെള്ളം വീഴുന്നതിൻ്റെ ഫോഴ്സിനനുസരിച്ച്. നമ്മളവിടെ ഒരു ആണിയൊക്കെ കൊടുത്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. അവിടെ ഫ്ലാറ്റ് കല്ല് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അത് കാണാം. അപ്പം ഈ ഒരു സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. വെള്ളം കറക്റ്റായിട്ട് വീഴുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇച്ചിരി അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്ലാന്റ്സൊക്കെ വയ്ക്കാൻ വേണ്ടി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യണം. ഞാൻ കുറച്ച് പോത്തോസും സിങ്കോണിയും പിന്നെ ഫേൺസിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മതിലിൽ കാണുന്നതൊക്കെ ഫേൺസാണ്. ഇതിൻ്റെ ഒറിജിനൽ ഫേൺസ് ഉണ്ട് വേറെ. ഇവിടെ ഒരു ഫേണൊക്കെ ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് തുടക്കത്തിലൊന്ന് കാണിക്കാം. ഇവിടെ നമ്മൾ ഈ ഗോൾഡൻ കളർ പോത്തോസ് ഇതിനെ ഈ വെള്ളത്തിലേക്ക്, നമുക്ക് വെള്ളത്തിൽ തന്നെ വളരുന്നതായതുകൊണ്ട് വേറെ റീഅറേഞ്ച്മെൻ്റ് ഒന്നും വേണ്ട. വെള്ളത്തിൽ തന്നെ നമുക്കിതുപോലെ വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടുന്നില്ല. ഒരു കയ്യിൽ മൊബൈൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇവിടെ ഇങ്ങനെ പടരുന്ന രീതിയിലാക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത് വെള്ളത്തിൽ ഒരു ടിപ്പ് കൊടുത്തിട്ടുണ്ട്, അപ്പം വേരെന്തായാലും ഇതിലേക്ക് വരും. അതുപോലെ തന്നെ ഈ ഫേണ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇതിലേക്ക് വെള്ളം തട്ടി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്യണം. വേറെ ഞാൻ ഫേൺ എടുക്കുന്നുണ്ട്. ഈ മതിലൊക്കെ കാണുന്നതുകൊണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് പറിച്ചു കൊണ്ടെന്നാണ്. മണ്ണിലും മതിലൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ. ഓക്കെ, ഇത് നമുക്കിങ്ങനെ ജസ്റ്റ് വെച്ചാൽ മണ്ണ് അതിൽ ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്താൽ മതി. ഫേണൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടില്ല, ഒന്ന് അറേഞ്ച് ചെയ്യണമല്ല. കൃത്യമായിട്ട് അറേഞ്ച് ചെയ്താൽ മാത്രമേ കാണുമ്പോൾ അത്ര ഭംഗിയുണ്ടാവും. ഇതിലാണ് ഇങ്ങനെ മണ്ണ് വീഴാത്ത രീതിയിൽ, വെള്ളം ഒലിക്കുമ്പോൾ മണ്ണ് വീഴാത്ത രീതിയിൽ വെച്ച് കൊടുക്കണം. അതേപോലെ തന്നെ ഈ ഒരു പോത്തോസ് ഉണ്ട്, അത് നമുക്കിതുപോലെ ഇവിടേക്ക് മുകളിലേക്ക് പടർന്ന് കയറുന്ന രീതിയിൽ വെള്ളത്തിൽ ടച്ച് ചെയ്യണം, എന്നാലും മാത്രമേ കാര്യമുള്ളൂ. ഇതുപോലെ ഇങ്ങനെ വള്ളികൾ പടർന്നു പോകുന്ന പോലെ നമുക്ക് വെച്ച് കൊടുക്കാം. വലിയൊരു ഫോണുണ്ട്, ഫോണ് ഇവിടെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുള്ളതല്ല, അറേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചാലേ ഭംഗി ഉണ്ടാവുള്ളൂ. മണ്ണൊന്നും പോകാത്ത രീതിയിൽ എവിടെയെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഫുൾ അറേഞ്ച് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. നമ്മളിതിൽ ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ വെള്ളത്തിൽ വെക്കാൻ പറ്റിയ ലക്കി ബാമ്പു ചെയ്തിട്ടുണ്ട്. ലക്കി ബാമ്പിൻ്റെ വേറൊരു വെറൈറ്റി, ലൈൻസ് ഉള്ളതും ഇല്ലാത്തൊരു വെറൈറ്റി. പിന്നെ ഇവിടെ ഒരു സിങ്കോണി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ ചെറുത്, ഇവിടെ സ്പൈഡർ പ്ലാന്റ് വലുതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പോത്തോസാണ്, ഇവിടെയൊക്കെ ഒരു പോത്തോസും സിങ്കോണിയും വെറൈറ്റീസും മിക്സ് ചെയ്തിരിക്കുക. കുറച്ച് ഫേൺസൊക്കെ നമ്മുടെ മതിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ ഫേൺസാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോസസൊക്കെ വെച്ചിട്ട് പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു വേറെ മോഡലായിരുന്നു ആദ്യം നോക്കിയത്. അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടി മോസസ് വെച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് ഇവിടെ നിന്നൊക്കെ വെള്ളം വരുന്ന രീതിയിലാണ്, പ്ലാന്റ്സിൻ്റെ ഇടയിൽ കൂടെ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടെറേറിയം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെ തന്നെ വെള്ളം വീഴുന്നൊരു വ്യൂ കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി മോസസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് സിങ്കോണിയാണ്, സിങ്കോണി. പിന്നെ സിങ്കോണിയത്തിൻ്റെ വേറെ ചെറിയ ലീഫ് വെറൈറ്റി. പിന്നെ ഇവിടെ ഒരു ഫേൺ വെറൈറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ ചെറിയൊരു സിങ്കോണിയും ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ നമ്മളിത് കാണാൻ കുറച്ചുകൂടി ഇതിനെ കവർ ചെയ്താൽ നല്ലതാണ്, പക്ഷേ അത് കവറായി വരും. ഇപ്പോൾ നമ്മളങ്ങനെ വെച്ചിട്ട് നിൽക്കില്ല സംഭവം. പിന്നെ ഇവിടെ ഒരു ലക്കി ബാമ്പിൻ്റെ ഒരു വെറൈറ്റി ചെയ്തിട്ടുണ്ട്. അവിടെ സ്പൈഡർ പ്ലാന്റ് ചെറുതും സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു മോഡൽ. പിന്നെ ഇതൊരു നമ്മുടെ മതിലൊക്കെ കിടക്കുന്നൊരു ഫേൺ വെറൈറ്റി. പിന്നെ ഒരു മരത്തിൽ വരുന്നൊരു ഫേൺ. ഇവിടെ നമുക്ക് എന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെ ഒരു പീസ് കിട്ടിയായിരുന്നു, വഴി കിടന്ന് കിട്ടിയ ഒരു ലോഗ് വുഡ് എടുത്ത് വെച്ച്
അവിടെ ചെയ്ത് മേളത്തെ കല്ലിലൊക്കെ മോസസ് വെച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ താഴെ പറഞ്ഞ ഫേണിൻ്റെ ഒരു വലിയ വെറൈറ്റി വെച്ചിട്ട് സൈഡ് കവർ ചെയ്തിട്ട് അവിടെ നമ്മുടെ ആ പൈപ്പൊക്കെ വരുന്നൊരു ഏരിയയാണ്, ലൈനൊക്കെ പോകുന്ന വയറൊക്കെ പോകുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, ഇവിടെ വെച്ച് ഒരു സിങ്കോണി വെറൈറ്റി ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ മോസസൊക്കെ ഇവിടെ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ വെക്കുമ്പോൾ തന്നെ എല്ലാം അതിൻ്റെതായ രീതിയിൽ വന്നിട്ടുണ്ട്. ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഫിക്സായി നിൽക്കുക ചെയ്ത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നനയ്ക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി വെച്ചിരിക്കുന്ന കാക്ടസിൻ്റെ ഏരിയ തന്നെയാണ് ഇത് കവർ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ കിട്ടുന്നത് നമുക്ക്. ഒരു ഇച്ചിരി വെളിച്ചക്കുറവുണ്ട് മഴയായതുകൊണ്ട്, അപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. നമ്മളൊരു ലൈറ്റിംഗ് കൂടെ മേളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, രാത്രിത്തെ ഒരു വ്യൂക്കും ലൈറ്റ് കുറവുള്ള കണ്ടീഷനിൽ. അപ്പോൾ മേളിലായിട്ടൊരു ഫോക്കസ് ലൈറ്റും കൂടെ ചെയ്ത സംഭവം ഇതിൽ സൂപ്പറായിരിക്കും കാണാനായിട്ട്. മൊത്തം ഒരു നല്ലൊരു ഗ്രീൻ യെല്ലോയിഷ് ഷെയ്ഡിൻ്റെ ആംബിയൻസ് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ നല്ലതാണ്. ഇവിടെ പെയിൻറ്റിങ് ചെയ്ത് കൊടുത്ത് ഫൈനലായിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് കല്ലുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പഴയ ഒഴിവാക്കിയ ഉരുളങ്കല്ലുകൾ, പണ്ടത്തെ മതിൽ കിട്ടുന്ന ഉരുളങ്കല്ല് വെച്ച് ചെയ്തിരിക്കുന്നത്. ഒരു 2 ആഴ്ച എടുത്തു മൊത്തത്തിൽ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ചെറിയ മോഡലാണെങ്കിലും ഇതിൽ വലിയ മോഡലൊക്കെ ട്രൈ ചെയ്യാം. നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് പുറത്തൊന്നും ചെയ്തേണ്ട ആവശ്യമില്ല. ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും താഴെയാണെങ്കിലും ടെറസിലൊക്കെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലൊരു എക്സ്പ്ലനേഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ട് അഭിപ്രായം പറയാൻ അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു സംഭവം കേട്ടോ. എല്ലാവരും അഭിപ്രായം കണ്ട് വീഡിയോസ് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള പല മോഡൽസും ചെയ്യണമെന്നുണ്ട്. ഇതിൻ്റെ ഒരു മിനിയേച്ചറും ചെയ്യാനുണ്ട് തെർമോക്കോൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും കണ്ട അഭിപ്രായം പറയുക. കമൻസിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് പറയുക, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ പറയുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.